അത് സന്യാസിമാർ മാത്രമല്ല, അവിടെ വരുന്ന ഭക്തരും അങ്ങനെയാണ് കിടക്കുക. കാരണം നമ്മളിവിടെ കാവുകളിൽ കണ്ടിട്ടില്ലേ പണ്ട്, നിങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക്, പായ കൊണ്ടുപോയിട്ടാണ് കാവിൽ കിടന്നുറങ്ങുക ഉത്സവമുള്ള സമയത്ത്. ഉത്സവം വരുന്ന സമയത്ത് കെട്ടി എഴുന്നള്ളിക്കുന്ന സമയത്ത് മാത്രമാണ് ഇവരൊക്കെ എഴുന്നേറ്റിരിക്കുക. അതേപോലെ അവരെ സംബന്ധിച്ചിടത്തോളം സ്നാനമാണ് പ്രധാനം. അവർ വരുന്നത് ഗ്രാമത്തിൽ നിന്ന് വരികയാണെങ്കിലും എവിടെ നിന്ന് വരികയാണെങ്കിലും അവർ ഒരു കെട്ട് പുല്ലുണ്ടാവും, അതേപോലെ കിടക്കാനുള്ള ഈ മെത്തകൾ ഇതെല്ലാം തയ്യാറാക്കിയിട്ട് അവർ വരിക. പുല്ല് ആദ്യം പൂഴിയിൽ വിരിക്കും, പൂഴിയിൽ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ പുതപ്പ് വിരിച്ച് അതിൻ്റെ മുകളിൽ അവർ കിടക്കുന്നത്. സ്നാനത്തിൻ്റെ സമയത്ത് ഇവർ എഴുന്നേറ്റിട്ട് സ്നാനം ചെയ്യും. ഈ പുല്ലും ഈ ബാഗും ഇതെല്ലാം എടുത്ത് സൈഡിൽ വെച്ചിട്ട് ഇവർ സ്നാനം കഴിഞ്ഞ് നേരെ അനുഗ്രഹം തേടാൻ വേണ്ടിയിട്ട് പോകും. ഇത് സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന് പരാതി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ പരാതി പറഞ്ഞതായിട്ട് കേട്ടു. അത് ഒന്നാമത് നമ്മളെ കേരളീയർക്ക് കുംഭമേള എന്താണെന്നറിയില്ല. പല ആളുകളും കുംഭമേളനെ കുറിച്ച് അറിയുന്നത് സോഷ്യൽ മീഡിയ വന്നതിൻ്റെ ശേഷമാണ്. അതിന് മുമ്പും കുംഭമേള അവിടെ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും കുംഭമേളയിൽ പോയിട്ട് ഒരു പരിചയമില്ലാത്ത ആളുകൾ, പിന്നെ ഇടതുപക്ഷ ചിന്തകർ, അവർ ബുദ്ധിജീവി ചമയെന്ന് മാത്രമേ ഉള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം കുംഭമേള എന്താണെന്നോ അതിൻ്റെ പ്രാധാന്യം എന്താണെന്നോ കുംഭമേള ആർക്ക് വേണ്ടിയിട്ട് നടത്തണമെന്നോ ഒന്നും അറിയില്ല. കുംഭമേള സന്യാസിമാർക്ക് വേണ്ടിയിട്ടുള്ള വേറെ മേളയാണ്, അല്ലാതെ ഒരിക്കലും സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള മേളയില്ല. അവിടെ പോയിട്ട് ഒരു പെണ്ണ് ബുദ്ധിജീവി ചമയെന്നെ കണ്ടു, ഒരു സ്വാമീനെ അവഹേളിക്കുന്നതൊക്കെ കണ്ടു. എന്താ അവർക്ക് അതിനുള്ള അവകാശമൊന്നും അധികാരമൊന്നുമില്ല. കാരണം അതൊക്കെ എന്താ പറയുക, വിവരമില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണ്.